നമസ്കാരം. എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും കേഡറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. നമ്മൾ കേഡറ്റ് മലയാളം ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് കുറച്ച് പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ചോദ്യം. പുതുതായി എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളോട് കൂടിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഓക്കെ. അപ്പോ നമ്മള് സാധാരണ രീതിയിൽ പഠിക്കുന്ന PYQ സെറ്റുകള് നമ്മള് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് നമുക്ക് സാധാരണഗതിയിൽ വരാറുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്തരത്തില് പുതുതായി വന്നിട്ടുള്ള ടോപ്പിക്കുകളും അതുപോലെ തന്നെ പുതുതായി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. കൂടുതലായിട്ട് നമ്മൾ ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമല്ല, പുതിയ രീതിയിലുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും മുഖപത്രമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏത്? പുസ്തകം അല്ലെങ്കിൽ പ്രസിദ്ധീകരണമാണ്. അപ്പൊ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ തളിര്, ഓപ്ഷൻ ബി വിദ്യാരംഗം, ഓപ്ഷൻ സി പൊലി, ഓപ്ഷൻ ഡി കേളി. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ തളിരാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ തളിര്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം എന്ന് പറയുന്നത് തളിരാണ്. അപ്പൊ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ പറയാം, ബാലന്മാര് അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്നത് ചെറുപ്പമാണല്ലോ, ചെറുതാണ്. അപ്പൊ തളിര് എന്ന് പറഞ്ഞപ്പോ ഒരു വൃക്ഷത്തിന്റെ തളിര് എന്ന് പറഞ്ഞാല് അതിൽ ഏറ്റവും മൃദുവായിട്ടുള്ള ഒരു ഭാഗമാണ് തളിര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിലും എടുക്കാം അല്ലെ. അപ്പൊ ആ രണ്ട് വാക്കുകളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി ഓപ്ഷനിൽ തന്നിട്ടുള്ള ബാക്കി ഓപ്ഷനുകളൊന്ന് നോക്കാം. വിദ്യാരംഗം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ മലയാള ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ക്ലബ്ബാണ് വിദ്യാരംഗം എന്ന് പറയുന്നത്. പൊലി എന്ന് പറയുന്നത് കേരള ഫോക്ലോർ അക്കാദമിയാണ്. പൊലി എന്ന് പറയുന്നത് ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ്. പൊലി എന്ന് പറയുന്നത് ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി എന്ന് പറയുന്നത്. നമ്മൾ പൊലിക എന്നൊക്കെ പറയുന്നത് ഈ തെയ്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തോറ്റമ്പാട്ടുകളിലാണ് നമ്മൾ പൊലി അല്ലെങ്കിൽ പൊലിക എന്നൊക്കെ പറയുന്നുള്ളത്. അപ്പൊ അത് നമുക്കറിയാം, ഇങ്ങനെയുള്ള ഈ പാട്ടുകളൊക്കെ വരുന്നത് ഫോക്ലോറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പൊലി ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ്. ഇനി കേളി എന്ന് പറയുന്നത് കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു പ്രസിദ്ധീകരണമാണ്. കേളി എന്ന് പറയുന്നത് കേരള സംഗീത നാടക അക്കാദമി. ഓക്കെ, സംഗീത നാടക അക്കാദമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസിദ്ധീകരണമാണ് കേളി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ തളിര് എന്ന് പറയുന്ന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പൊലി ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ്. കേളി കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ്. നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ടിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ കൂടി നോക്കാം. അതില് വിജ്ഞാന കൈരളി എന്ന് പറയുന്ന പ്രസിദ്ധീകരണം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രന്ഥലോകം എന്ന് പറയുന്നത് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ, അതായത് കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പ്രസിദ്ധീകരണമാണ് ഗ്രന്ഥലോകം എന്ന് പറയുന്നത്. ഇനി ചിത്രവാർത്ത എന്ന് പറയുന്നത് കേരള ലളിതകലാ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് ചിത്രവാർത്ത എന്ന് പറയുന്നത്. അക്ഷര കൈരളി എന്ന് പറയുന്നത് സാക്ഷരതാ മിഷന്റെ പ്രസിദ്ധീകരണമാണ് അക്ഷര കൈരളി എന്ന് പറയുന്നത്. അടുത്തത്
ജനപഥം. ജനപഥം എന്ന് പറയുന്നത് കേരള പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് ജനപഥം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഓർത്ത് വെക്കേണ്ടത് തളിര്, പൊലി, കേളി, അതുപോലെ തന്നെ വിജ്ഞാന കൈരളി, ഗ്രന്ഥലോകം, ചിത്രവാർത്ത, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തന്നിരിക്കുന്ന ആത്മകഥകളിൽ ശരിയായ ഘടന ഏത്? ഇതാണ് നമ്മൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. കേട്ടിട്ടുള്ള സാധാരണഗതിയിൽ അങ്ങനെ പ്രസ്താവന ചോദ്യങ്ങൾ അധികം കണ്ടിട്ടില്ല. പക്ഷെ ഒരു 2 വർഷത്തെ അല്ലെങ്കിൽ 2 സീസണിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ മെയിൻ പേപ്പറിലായാലും ലാംഗ്വേജ് പേപ്പറിലായാലും പല രീതിയിലുള്ള പ്രസ്താവന ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ PSCയിലൊക്കെയാണ് ഇപ്പൊ ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ നെറ്റ് പോലെയുള്ള എക്സാമിലാണ് ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്. നമുക്ക് ആത്മകഥയും അത് എഴുതിയ ആളുമാണ് തന്നിട്ടുള്ളത്. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്, ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപിള്ള, ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചത്. 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്, 1ഉം 3ഉം ശരിയാണ്, എല്ലാം ശരിയാണ്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്? നമുക്ക് ആൻസർ ചെയ്യേണ്ട ഓപ്ഷൻ ഇതാണ്. ഈ 4 ഓപ്ഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. മറ്റുള്ളത് പ്രസ്താവനകളാണ്. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇത് പഠിച്ചൊരു ആളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ആത്മകഥകളായതുകൊണ്ട് ഇത് മാറിപ്പോകാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ആത്മകഥകളാണ് ഒരേ പേരിൽ വരുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാം ശരിയാണ്. ഓർമ്മയുടെ ഓളങ്ങളിൽ, ഓളം ജി ശങ്കരക്കുറുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തീരം തകഴിയുമായി ബന്ധപ്പെട്ട. തീരം എന്ന് പറയുന്നത് തകഴി നമുക്കറിയാം. ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയൊക്കെ എഴുതിയിട്ടുള്ളത് തകഴിയാണ്. അപ്പൊ ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതി ഒരു കടലോരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതിയാണ്. അപ്പൊ തീരത്തിരിക്കുന്നത് ആരാണ്? തകഴിയാണ് എന്ന് ഓർത്ത് വെക്കാം. പിന്നെ ബഷീറാണ്. അറയിലിരിക്കുന്നത് ആരാണ്? ബഷീർ അറയിലിരുന്നിട്ടാണ് ബഷീറിന്റെ രചനകളൊക്കെ നടത്തുന്നത്. ബഷീർ അറയിലിരുന്നിട്ടാണ് എന്നോർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതും കിട്ടും. ഓർമ്മയുടെ അറകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 നമുക്ക് ഏകദേശം ഒരേപോലെ വരുന്നതാണ്. അപ്പൊ ഈ ഓളവും തീരവും അറകളും ഒക്കെ ആരുടേതാണ് എന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ കിട്ടും. തീരം തകഴിയാണ് എന്ന് നമുക്കറിയാം. അറ വൈക്കം മുഹമ്മദ് ബഷീറാണ് എന്നറിയാം. ഓളം വരുന്ന സമയത്ത് നമുക്ക് ഓടക്കുഴൽ ഓർത്ത് വെക്കാം. ഓടക്കുഴൽ ആരുടെയാണ്? ജി ശങ്കരക്കുറുപ്പിന്റെയാണ്. ഓടക്കുഴലിന് എന്താണ്? ഓടക്കുഴലിന് സംഗീതത്തിന് ഒരു ഓളം ഉണ്ട് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഓർത്ത് വെക്കാൻ പറ്റും? അത് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന് പറയുന്നത് ജി ശങ്കരക്കുറുപ്പാണ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഓർക്കണം എന്നില്ല. നിങ്ങൾക്ക് അല്ലാതെ ഓർക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു കോഡ് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഓർമ്മ കിട്ടാൻ ഈ കോഡുകൾ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 2ാമത്തെ ചോദ്യം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശബ്ദാലങ്കാരം ഏത്? ഓക്കെ, അപ്പൊ അലങ്കാരങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. അപ്പൊ മലയാളം മെയിൻ എടുത്ത് പഠിച്ചവരെ സംബന്ധിച്ച് അവർക്ക് കുഴപ്പമുണ്ടായിരിക്കില്ല. അലങ്കാരവും വൃത്തവും ഒന്നും കുഴപ്പമുണ്ടായിരിക്കില്ല. പക്ഷെ അതല്ലാതെ മറ്റു സബ്ജക്റ്റുകാരെ സംബന്ധിച്ച് ഈ അലങ്കാരവും വൃത്തവും ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ പഠിക്കാനുണ്ട്, അതിന്റെ ഉദാഹരണങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ പല രീതിയിൽ അലങ്കാരങ്ങളും വൃത്തവും ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ മിനിമം നമ്മൾ എന്ത് പഠിക്കുക? അലങ്കാരങ്ങൾ ഏതൊക്കെയാണ്, എത്ര തരമുണ്ട്, അത് ഏത് വിഭാഗത്തിൽ പെടുന്ന പേരുകളെങ്കിലും പഠിച്ചു വെക്കാൻ കഴിഞ്ഞാൽ അത് എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതില് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശബ്ദാലങ്കാരം ഏതാണ്? ഉൽപ്രേക്ഷ, കാകളി, മന്ദാക്രാന്ത, യമകം. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. യമകമാണ് എന്ത്? ശബ്ദാലങ്കാരം എന്ന് പറയുന്നത് ഏതാണ്? യമകമാണ്. ഓക്കെ, യമകം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യമകം എന്ന് പറയുന്നത്. നമുക്ക് വിശദമായിട്ട് പറയാം. അതിനു മുന്നേ എന്താണ് അലങ്കാരം, എന്താണ് ശബ്ദാലങ്കാരം എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ ശബ്ദം കൊണ്ടും അർത്ഥം കൊണ്ടും കവിതയ്ക്ക് ഭംഗി വരുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അലങ്കാരം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 രീതിയിലാണ് അലങ്കാരം ഉള്ളത്. ഒന്ന് ശബ്ദാലങ്കാരം, 2 അർത്ഥാലങ്കാരം.
ഓക്കെ. അലങ്കാരങ്ങൾ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട 1, 2 മാത്രം പറഞ്ഞു പോവാം. ആദ്യം നമുക്ക് ശബ്ദാലങ്കാരത്തിലേക്ക് പോവാം. ശബ്ദാലങ്കാരം വളരെ എളുപ്പമാണ് പഠിക്കാന്. അതിലാദ്യം വരുന്നത് ആദ്യാനുപ്രാസമാണ്. ഈ പ്രാസം വരുന്നതൊക്കെ എന്താണ്? ശബ്ദാലങ്കാരത്തിലാണ് പെടുന്നത് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. പ്രാസം എന്ന പേര് വരുന്നതൊക്കെ ഏത് ഇതിലാണ് വരുന്നത്? ശബ്ദാലങ്കാരത്തിലാണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ആദ്യാനുപ്രാസം എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാല് ആദ്യത്തെ അക്ഷരം ഒരേപോലെ വരുന്നത്. ഇപ്പൊ ഒരു പദ്യത്തിലാണെങ്കിൽ പദ്യത്തിലാണല്ലോ, നമ്മള് കവിതയിലാണ് അലങ്കാരങ്ങൾ വരുന്നത്. അപ്പൊ പദ്യത്തിലെ ആദ്യത്തെ അക്ഷരം ആവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയാ? ഓരോ വരിയിലെയും ആദ്യത്തെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആദ്യാനുപ്രാസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ എന്ന് പറയുന്ന ഗീതാഞ്ജലിയിലെ ഒരു വരി. അപ്പൊ പാടണം എന്നുണ്ടീ രാഗത്തിൽ എന്നതിൽ ഫസ്റ്റ് പ, രണ്ടാമത്തെ വരി പാടാൻ സ്വരമില്ലല്ലോ, അപ്പോഴും പ വരുന്നു. അപ്പൊ ആദ്യത്തെ കവിതയിലെ വരികളിലെ ആദ്യത്തെ അക്ഷരം ഒരേപോലെ വരുന്നതാണ് ആദ്യാനുപ്രാസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തത് ദ്വിതീയാക്ഷര പ്രാസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ അക്ഷരം ഒരേപോലെ വരുന്നത്. ഇനി അന്ത്യാക്ഷരപ്രാസം. അന്ത്യാക്ഷരപ്രാസം എന്ന് പറഞ്ഞാൽ അന്ത്യം എന്ന് പറഞ്ഞാൽ അവസാനം എന്നാണ് അർത്ഥം. അപ്പൊ അവസാനത്തെ അക്ഷരം ഒരേപോലെ വരുന്നത്. ഓക്കെ. പിന്നെ ഇത് ഈ മൂന്നും അധികം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. നമുക്ക് എളുപ്പമായത് കൊണ്ടായിരിക്കും അധികം ചോദിക്കാത്തത്. ഇനി വരുന്നത് അനുപ്രാസമാണ്. അനുപ്രാസം എന്ന് പറഞ്ഞാല് ഈ വ്യഞ്ജനാക്ഷരങ്ങൾ ആവർത്തിച്ച് പറയുന്നതിനെ ഒരു വരികളില് 2 വരികളില് വ്യഞ്ജനാക്ഷരങ്ങൾ ആവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയാ? അനുപ്രാസം എന്ന് പറയുന്നത്. അപ്പൊ 1, 2 വ്യഞ്ജനാക്ഷരങ്ങൾ എന്ത് ചെയ്യുന്നു? ആവർത്തിച്ചു വരുന്നതിനെയാണ് അനുപ്രാസം എന്ന് പറയുന്നത്. ഛേദാനുപ്രാസം. അടുത്തത് ഛേദാനുപ്രാസമാണ്. ഛേദാനുപ്രാസം എന്ന് പറഞ്ഞാൽ ഇരട്ടിച്ച അക്ഷരങ്ങൾ. ഇരട്ടിച്ച അക്ഷരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക, അതുപോലെ ത, മ, ഇങ്ങനെ ഇരട്ടിപ്പുള്ള അക്ഷരങ്ങൾ എന്ത് ചെയ്യാ? ആവർത്തിച്ച് വരികയാണെങ്കിൽ അതാണ് ഛേദാനുപ്രാസം. ഓക്കെ. അപ്പൊ അനുപ്രാസം എന്ന് പറഞ്ഞാല് വ്യഞ്ജനാക്ഷരം ഏതെങ്കിലും 1, 2 വ്യഞ്ജനാക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നതാണ് അനുപ്രാസം. ഛേദാനുപ്രാസം എന്ന് പറഞ്ഞാല് ഇരട്ടിച്ച അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നതാണ് ഛേദാനുപ്രാസം. ഇനിയാണ് യമകം വരുന്നത്. യമകം എന്ന് പറയുന്നത് യമകത്തിന്റെ ലക്ഷണം കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ചോദിച്ചിട്ടുണ്ട് യമകത്തിന്റെ ലക്ഷണം. അക്ഷരക്കൂട്ടമൊന്നായിട്ടർത്ഥം ഭേദിച്ചിടുംപടി ആവർത്തിച്ചു കഥിച്ചീടിൽ യമകം പലമാതിരി. ഇവിടെ ചോദിക്കും അക്ഷരക്കൂട്ടമൊന്നായിട്ടർത്ഥം ഭേദിച്ചിടുംപടി ആവർത്തിച്ചു കഥിച്ചീടിൽ ഡാഷ് പലമാതിരി എന്ന് ചോദിക്കും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഓപ്ഷൻ തരും. അപ്പൊ യമകം പലമാതിരി. അക്ഷരക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരക്കൂട്ടം, അതായത് ഒരു പദം. ആ പദം എന്ത് ചെയ്യുന്നു? 2 വ്യത്യസ്ത സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നു. ഒരേ പദത്തിന് വ്യത്യസ്ത സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ്? വ്യത്യസ്ത അർത്ഥമാണ് ലഭിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അങ്ങനെ പറയുന്നതിനെയാണ് യമകം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു വരി ചൊല്ലാം. ഉദാഹരണം: പട്ടുകിടക്കമേലെ കിടക്കുന്ന നീ. ഒന്നാമത്തെ വരി പട്ടുകിടക്കമേലെ കിടക്കുന്ന നീ. രണ്ടാമത്തെ വരി പട്ടുകിടക്കുമാറായിതോ ചോരയിൽ. അപ്പൊ പട്ടുകിടക്കാന്ന് 2 പ്രാവശ്യം വന്നു. ആദ്യത്തെ വരിയിലും രണ്ടാമത്തെ വരിയിലും വന്നു. അപ്പൊ ഫസ്റ്റത്തെ വരിയില് പട്ടുകിടക്കമേലെ കിടക്കുന്ന നീ. പട്ടുകിടക്കമേലെ കിടക്കുക എന്ന് പറഞ്ഞാൽ പട്ടിന്റെ കിടക്കമേലെ കിടക്കുന്ന. അപ്പൊ ആദ്യത്തെ പട്ടുകിടക്ക എന്ന് പറഞ്ഞാൽ പട്ടിന്റെ കിടക്ക എന്നാണ് അർത്ഥം. രണ്ടാമത്തത് പട്ടുകിടക്കുമാറായിതോ ചോരയിൽ. പട്ടുകിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുകിടക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വരിയിൽ ചത്തു കിടക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരേ വാക്കിന് വ്യത്യസ്ത അർത്ഥം വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? യമകം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പഠിക്കാനുള്ളതാണ് എന്ത്? അർത്ഥാലങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഉൽപ്രേക്ഷ എന്ന് പറയുന്നത് എന്താണ്? അർത്ഥാലങ്കാരമാണ്. ഉൽപ്രേക്ഷ എന്താണെന്ന് അറിയാമായിരിക്കും. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക. അതാണോ ഇതാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉൽപ്രേക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഉപമ എന്ന് പറയുന്നത് ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്. ഈ പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ.
ഉപമ എന്താണ്? ഉൽപ്രേക്ഷ എന്നൊക്കെ പറയുന്നത്. ഉപമ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോട് സാദൃശ്യം കൽപ്പിക്കുന്നതിനെയാണ് ഉപമ എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ ആയല്ലോ? അപ്പം പറയാണ് നിന്നെ കാണാന് എന്തുണ്ട്? ചന്ദ്രനെ പോലെ ഉണ്ട്ന്ന് പറയും. അപ്പൊ പോലെ വരുന്നതാണ് എന്ത്? ഉപമ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൽ വരുന്ന മറ്റ് അലങ്കാരങ്ങളാണ് രൂപകം, അതുപോലെ തന്നെ അപ്രസ്തുത പ്രശംസ, ഉദാത്തം എന്നൊക്കെ പറയുന്നത് ഏതിൽ വരുന്നതാണ്? ഈ അർത്ഥാലങ്കാരത്തിൽ വരുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ തന്നിട്ടുള്ള കാകളി, മന്ദാക്രാന്തൊക്കെ എന്താണ്? വൃത്തമാണ്. കാകളി ഭാഷാവൃത്തമാണ്. കാകളി, മന്ദാക്രാന്ത എന്ന് പറയുന്നത് സംസ്കൃത വൃത്തമാണ്. ഓക്കെ. അപ്പൊ വൃത്തം ഏതാണ്, അലങ്കാരം ഏതാണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയല്ലോ? അടുത്തത് നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രസ്താവനാ ചോദ്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ശരിയായ ജോഡി അല്ലെങ്കിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണിത്. താഴെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഏത്? അപ്പൊ നമുക്ക് കുറച്ച് കൃതികളും അതിന്റെ എഴുത്തുകാരുമാണ് തന്നിട്ടുള്ളത്. അതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ് എന്നുള്ളത്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക എന്നുണ്ട്. ആണ്ടാൾ ദേവനായകി ടി.ഡി. രാമകൃഷ്ണൻ. ഒരു തെരുവിന്റെ കഥ എം മുകുന്ദൻ. രണ്ടിടങ്ങഴി ബഷീർ. സ്മാരകശിലകൾ എസ്.കെ. പൊറ്റക്കാട്. അപ്പൊ ഇത് എന്താണ്? ഇതെല്ലാം നോവലുകളാണ്. നോവലുകൾ എഴുതിയ ആളുകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ടി.ഡി. രാമകൃഷ്ണന്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ്. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ആൽഫ, അതുപോലെ തന്നെ ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ രണ്ടാം ഭാഗമായിട്ട് ഈയിടെ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള നോവലാണ് കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ തുടങ്ങിയ ഇത്തരം പ്രശസ്തമായിട്ടുള്ള കൃതികളൊന്നും നോക്കി വെക്കുക കേട്ടോ. ഓക്കെ. ഇനി ഒരു തെരുവിന്റെ കഥ എം മുകുന്ദൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒരു തെരുവിന്റെ കഥ ആരുടെ കൃതിയാണ്? എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതിയാണ് ഒരു തെരുവിന്റെ കഥ എന്ന് പറയുന്നത്. ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ, അതുപോലെ തന്നെ ഒത്തിരി കൃതികൾ നോവലിനായിട്ടും യാത്രാവിവരണങ്ങളിലായിട്ടും ഒക്കെ ആരെഴുതിയിട്ടുണ്ട്? എസ്.കെ. പൊറ്റക്കാട് എഴുതിയിട്ടുണ്ട്. വിഷകന്യക ഇതൊക്കെ ആരുടേതാണ്? എസ്.കെ. പൊറ്റക്കാടിൻ്റെതാണ്. ഓക്കെ. എം മുകുന്ദന്റെ ആധുനികതയിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന എഴുത്തുകാരനാണ് എം മുകുന്ദൻ എന്ന് പറയുന്നത്. നമുക്ക് എം മുകുന്ദന്റെ കൃതികൾ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്ന കൃതി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ്. അതുപോലെ തന്നെ ഡൽഹി, ആവിലായിലെ സൂര്യോദയം, അങ്ങനെ കുട നന്നാക്കുന്ന ചോയി തുടങ്ങിയ ഒത്തിരി കൃതികൾ എം മുകുന്ദന്റേതായിട്ടുണ്ട്. ഓക്കെ. രണ്ടിടങ്ങഴി ആരുടേതാണ്? ബഷീറിന്റെ ആണോ രണ്ടിടങ്ങഴി? അല്ല, തകഴിയുടെയാണ് രണ്ടിടങ്ങഴി എന്ന് പറയുന്നത്. തകഴിയുടെ കൃതിയാണ് രണ്ടിടങ്ങഴി. മറ്റൊരു കൃതി നമ്മൾ നേരത്തെ പറഞ്ഞു, ചെമ്മീൻ പറഞ്ഞു. കയറ്, അതുപോലെ തന്നെ തോട്ടിയുടെ മകൻ തുടങ്ങിയ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികളെല്ലാം ആരുടേതാണ്? തകഴിയുടേതാണ്. ഇനി ബഷീറിന്റെ കൃതികളായിട്ട് നമുക്ക് കുറച്ചുകൂടി അറിയാം. പ്രേമലേഖനം, അതുപോലെ ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ചധികം കൃതികൾ ബഷീറിൻ്റെതായിട്ടുണ്ട്. അടുത്തത് സ്മാരകശിലകൾ ആരുടേതാണ്? പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കൃതിയാണ് സ്മാരകശിലകൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓരോ എഴുത്തുകാരുടെയും പ്രധാനപ്പെട്ടിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. നമുക്കൊരു പുതിയ ചോദ്യം എന്നുള്ള രീതിയിൽ നമുക്കിതിനെ പറയാൻ കഴിയില്ല. സ്ഥിരമായി വരുന്ന ഭാഗം തന്നെയാണ്. സ്ഥിരമായി വരുന്ന ഒരു ഭാഗം എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടുത്തി എന്ന് മാത്രം. നേരത്തെ കണ്ട ചോദ്യങ്ങളെല്ലാം പുതിയ ചോദ്യങ്ങളായിരുന്നു. പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളായിരുന്നു. ഓക്കെ. ഇത് നമുക്ക് നേരിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് വ്യാകരണത്തിലെ നിയോജക പ്രകാരത്തിന് ഉദാഹരണം. ഓക്കെ. നിയോജക പ്രകാരത്തിന് ഉദാഹരണം പഠിക്കണം, പഠിക്കാം, പഠിക്കട്ടെ, പഠിക്കണേ. ഏതാണ് നിയോജക പ്രകാരത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് നിയോജക പ്രകാരത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. നമുക്ക് അറിയാം എന്താണ് പ്രകാരം എന്ന് ചോദിച്ചാല് ക്രിയ നടക്കുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുക? പ്രകാരം. ആ ക്രിയ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനെയാണ് നമ്മൾ പ്രകാരം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 6 പ്രകാരങ്ങളാണ് ഉള്ളത്. അതിൽ നിർദ്ദേശക പ്രകാരം എന്ന് പറഞ്ഞാല്
ഭാവി കാലത്തിലോ അല്ലെങ്കിൽ വർത്തമാനകാല രൂപത്തിലോ വരുന്ന ഒരു ക്രിയാരൂപത്തിനെയാണ് നിർദ്ദേശക പ്രകാരം എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകമായിട്ട് എന്തില്ല, പ്രത്യയങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ നിർദ്ദേശിക വിഭക്തിക്ക് എന്തെങ്കിലും പ്രത്യയമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് നിർദ്ദേശിക പ്രകാരത്തിനും പ്രത്യയങ്ങളൊന്നും തന്നെ ഇല്ല. അത് നമ്മൾ പഠിച്ചിട്ടുള്ള 3 കാലത്തില്, ഭൂതകാലത്തിലോ ഭാവി കാലത്തിലോ വർത്തമാനകാലത്തിലോ നടക്കുന്ന ഒരു ക്രിയ. ആ ക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, നിർദ്ദേശക പ്രകാരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മുതലാണ് നമുക്ക് പ്രധാനപ്പെട്ടതും അതുപോലെ എപ്പോഴും ചോദിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. നിയോജക പ്രകാരം എന്ന് പറഞ്ഞാല് ക്രിയയുടെ അർത്ഥം എന്താണ്, ആജ്ഞാരൂപത്തിൽ വരുന്ന, ആജ്ഞയുടെ രൂപത്തിൽ വരുന്ന പ്രകാരമാണ് നിയോജക പ്രകാരം എന്ന് പറയുന്നത്. അപ്പൊ നിയോജക പ്രകാരത്തിന്റെ പ്രത്യയമായിട്ട് വരുന്നത് അട്ടെ എന്നുള്ളതാണ്. അട്ടെ, അവൻ വരട്ടെ, അവൻ പോകട്ടെ, അവൻ കാണട്ടെ. അപ്പൊ അട്ടെ എന്ന് പറയുന്നപ്പോ നിയോജക പ്രകാരത്തിന്റെ പ്രത്യയം അട്ടെ എന്നുള്ളതാണ്. ഓക്കെ. ഇനി വിധായക പ്രകാരം. വിധായകം എന്ന് പറഞ്ഞാല് വിധി അല്ലെങ്കിൽ ഒരു ശീലം, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന പ്രകാരമാണ് വിധായക പ്രകാരം എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യയമാണ് അണം എന്ന് പറയുന്നത്. അണം. ഓക്കെ. പഠിക്കണം, നിങ്ങൾ പോകണം, കാണണം എന്നൊക്കെ പറയുന്ന അണം എന്ന് പറയുന്നത് വിധായക പ്രകാരത്തിന്റെ പ്രത്യയമാണ്. ഓക്കെ. ഇനി അനുജ്ഞായക പ്രകാരം. അനുജ്ഞ എന്ന് പറഞ്ഞാൽ തീരുമാനം അല്ലെങ്കിൽ അനുവാദം. ഓക്കെ. ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ക്രിയയാണ് നമ്മൾ അനുജ്ഞായക പ്രകാരം എന്ന് പറയുന്നത്. ആം എന്നുള്ളതാണ് അതിന്റെ പ്രത്യയമായി വരുന്നത്. ആം എന്നുള്ളത് ഇവിടെ നിൽക്കാം, കാണാം, പോകാം, ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴുള്ള ആം എന്നുള്ളത്. ഓക്കെ. അടുത്തത് ആശംസ പ്രകാരം, ആശംസയുടെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. നീ വിജയിക്കട്ടെ, നീ ജയിക്കട്ടെ, നീ ജയിച്ചു വരൂ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഓക്കെ. പ്രാർത്ഥക പ്രകാരം, അത് പ്രത്യേകമൊന്നുമില്ല ആശംസക പ്രകാരത്തിന്. നമുക്കറിയാലോ, ഒരു ആശംസയുടെ അർത്ഥത്തിൽ നന്നായി വരൂ എന്നൊക്കെ പറയുന്നത് എന്താണ്, ആശംസാ പ്രകാരമാണ്. പ്രാർത്ഥക പ്രകാരം എന്നാൽ പ്രാർത്ഥനയുടെ രൂപത്തിൽ വരുന്ന പ്രകാരമാണ് പ്രാർത്ഥക പ്രകാരം എന്ന് പറയുന്നത്. അപ്പൊ എന്നെ രക്ഷിക്കണേ, അപ്പൊ ഞാൻ നന്നായി പഠിക്കണേ എന്നൊക്കെ പറയുന്നത് എന്താണ്, പ്രാർത്ഥക പ്രകാരമാണ്. ഓക്കെ. ഓക്കെ. ഇതാണ് അപ്പോ പ്രകാരം എന്ന് പറഞ്ഞാൽ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അടുത്തത് സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തവയിൽ ശരിയായി ചേർത്തെഴുതിയത് ഏതും? തിരുമുൽ കാഴ്ച, തിരുമുൽ അധികം കാഴ്ച. കന്മദം, കൻ അധികം മദം. നെന്മണി, നെല്ല് അധികം മണി. വിണ്ടലം, വിൺ അധികം തലം. ഓക്കെ. അപ്പൊ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നമുക്കറിയാം, ഓപ്ഷൻ ഡി ആണ്. വിൺ അധികം തലം, വിണ്ടലം എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ഒത്തിരി തവണ പല ചോദ്യങ്ങളിലായി ചോദിക്കുന്ന സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. വിണ്ടലം എന്ന് പറയുന്നത് ഏത് സന്ധിയാണ്? ആദേശ സന്ധിയാണ് വിണ്ടലം എന്ന് പറയുന്നത്. ഓക്കെ. ഇതെല്ലാം ആദേശ സന്ധിയിൽ ഉൾപ്പെടുന്ന ഉദാഹരണങ്ങളാണ് തന്നിട്ടുള്ളത്. പക്ഷെ മറ്റു 3 ഓപ്ഷനിലും പിരിച്ചെഴുതിയത് എന്താണ്, തെറ്റായിട്ടാണ് പിരിച്ചെഴുതിയത്. തിരുമുൽ കാഴ്ച എന്നുള്ളത് തിരുമുൻ എന്നാണ് വരുന്നത്. തിരുമുൻ അധികം കാഴ്ച എന്നാണെങ്കിലാണ് കറക്റ്റ് ആവുക. കന്മദം എന്നുള്ളത് കല് അധികം മദം, അല്ലെങ്കിൽ കൽ അധികം മദമാണെങ്കിലാണ് കന്മദമാവുക. നെന്മണി എന്നുള്ളത് നെല് അധികം മണി. ഓക്കെ. നെല് അധികം മണി എന്നാണെങ്കിലാണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് മുന്നത്തെ കുറെ വീഡിയോസിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കൂടി ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. അപ്പൊ ഇത് പുതിയ കുറച്ച് ചോദ്യങ്ങൾ, ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ പുതിയ ചോദ്യങ്ങളാണ്. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇനിയും വരാം. നിങ്ങളെല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.